ഹായ് ഓൾ, ഇന്ന് ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചലഞ്ച് വിൻ ചെയ്യുന്ന ആൾക്ക് നമ്മൾ 1000 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കും. എന്താണ് ചലഞ്ച് നോക്കാം, വരൂ. ഹായ് മനോജ് സർ, ഒരു ചലഞ്ച് സാർ റെഡിയാണ്. ഈ ചലഞ്ച് വിൻ ചെയ്താൽ സാറിന് 1000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടും. ക്യാഷ് അതിൻ്റെ കയ്യിലിരിക്കട്ടെ, ചലഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സർ, ഇതൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. ഇതൊരു പേപ്പർ ബോളാണ്. ഈ പേപ്പർ ബോൾ ഞാൻ സാറിന് ഇതിൻ്റെ ഇവിടെ വെച്ച് തരും. സാർ ഇത് ഊതിയിട്ട് ഇതിൻ്റെ അകത്താക്കണം. സിമ്പിളാണ്. ഇത് ഊതി ഇതിൻ്റെ അകത്ത് വീണാൽ സാറിന് 1000 രൂപ കിട്ടും. റെഡിയാണോ? യെസ്. അടുത്തായിട്ട് നമുക്ക് മാധവ് സാറിനെ പിടിക്കാം. മാധവ് സാർ. സഹോദര, വിരോധമില്ലെങ്കിൽ ഒന്നിങ്ങോട്ട് ഊതിയാട്ടെ. ഊതുന്നേ. അങ്ങനെയല്ല, ഊതി ഊതി ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. 1000 1000 1000 1000. നമ്പർ കൊള്ളായിരുന്നു, ടൈമിംഗ് തെറ്റിപ്പോയി. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് കെമിസ്ട്രി ലെവൽ അടിച്ചു മാറ്റില്ല. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഒന്നും നടക്കില്ല സാർ. ഒരു ചാൻസ് പവർ സെറ്റ് ആയിരിക്കണം. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലോ. മിസ് ഇതാ സാർ മന്ത്രം ചൊല്ലിയണം ആദ്യം. മിസ്റ്റർ വാക്കി, ഫോട്ടോ എടുക്കണോ? പ്ലീസ് പ്ലീസ്. മാറ്റങ്ങൾ. എടാ ഊതടാ. സാറ് നല്ല സുന്ദര കേട്ടോ. എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞ. ഇനി നീ താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. സാറേ, അത് ഊതിയിട്ടാ ചാടിക്കേണ്ടത്. നീ ഏതാ? ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ചായ അടിക്കാരനല്ലേ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാടേ? ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി. യെസ്. 1 2 3. അതെന്താണ് സുനാമി? യെസ്. അപ്പൊ നമ്മളെ ചലഞ്ച് ആരും വിൻ ചെയ്തിട്ടില്ല. ഈ 1000 രൂപ എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത്. ഈ പേപ്പർ ബോൾ ഇവിടെ വെച്ച് ഊതുമ്പോൾ പേപ്പർ ബോൾ തിരിച്ച് പുറത്തേക്ക് വരാൻ കാരണം പുറത്തെ പ്രഷർ കുറവായിരുന്നു. എങ്ങനെയാണ് പ്രഷർ കുറഞ്ഞത്? നമ്മളിലേക്ക് ഊതുമ്പോൾ എയർ ഫ്ലോ വരും, എയറിന്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കുറഞ്ഞ ഭാഗത്ത് പ്രഷർ കുറവായിരിക്കുന്നതാണ് നമ്മുടെ ബെർണോളി പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമ്മളിലേക്ക് ഊതുന്ന സമയത്ത് പുറത്തെ പ്രഷർ കുറവായിരുന്നു. ആ പ്രഷർ കുറവുള്ള ഭാഗത്തേക്കാണ് പേപ്പർ ബോൾ വീണത്. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.